പ്രതി ജാമ്യം അനുവദിക്കാത്ത കുറ്റകൃത്യം ചെയ്യാത്തതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. പ്രതിക്കെതിരെ 8ഓളം കേസുകൾ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. അബ്സല്യൂട്ട്ലി റോങ് യുവർ ഓണർ. പ്രതിക്കെതിരെ 3-4 പെറ്റി കേസുകൾ ഉണ്ടെന്നല്ലാതെ ഗൗരവതരമായ കുറ്റം ആരോപിക്കുന്ന ഒരു കേസ് പോലും ഇതുവരെ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടെ പ്രതിക്കെതിരെ കാഞ്ഞിരംകുളം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 4 കേസുകളുടെ പട്ടികയാണ്. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനാണ് കഴിഞ്ഞ 3 തവണയും പ്രതി പിടിക്കപ്പെട്ടിട്ടുള്ളത്. പെറ്റിയടിച്ച് പറഞ്ഞു വിട്ടതിന്റെ രസീത് അതിലുണ്ട്. അപ്പൊ വക്കീലെ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത താങ്കളുടെ കക്ഷി മർഡർ കേസിൽ പ്രതിയായത് എങ്ങനെയാണാവോ? പ്രതി വധിക്കാൻ ശ്രമിച്ചയാൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട് യുവർ ഓണർ. കോടതി ആവശ്യപ്പെട്ടാൽ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. യെസ്, പ്രൊസീഡ്. പെറ്റീഷണർ മുരളി നെല്ലിമോട് അങ്ങോട്ട് നിന്നോളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മുരളി നെല്ലിമൂട് അല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഈ നിൽക്കുന്നയാളെ അറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? 2024 ജനുവരിയിൽ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ എന്നെ സംഘം ചേർന്ന് ആക്രമിക്കുകയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. യുവർ ഓണർ, കുറെ നുണകളുടെയും വാസ്തവവിരുദ്ധമായ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 2024 ജനുവരിയിൽ നടന്ന കേസിൽ അന്ന് പരാതി കൊടുക്കാതെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ പരാതി കൊടുക്കുന്നതിൽ തന്നെ കാര്യമായ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് കരുതേണ്ടി വരും. ആ സംഭവത്തിന് ശേഷം പ്രതിയുടെ തുടർച്ചയായ ഭീഷണിയും താൻ കൊല്ലപ്പെടുമെന്ന ഭയവും എന്റെ കക്ഷിയെ പരാതി കൊടുപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു യുവർ ഓണർ. അതിനുശേഷം പ്രതി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന്റെ പിറ്റേ ദിവസം താങ്കളുടെ കക്ഷിയുടെ ഭയം ഇല്ലാതാവുകയും പരാതി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു, അല്ലേ പ്രോസിക്യൂട്ടർ? 2 രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ നടന്ന അടിപിടിയെ വ്യക്തിപരമായ ആക്രമണമായി ചിത്രീകരിച്ച് എന്റെ കക്ഷിയെ ആന്റി സോഷ്യലായി മുദ്രകുത്താനുള്ള പോലീസിന്റെ ആസൂത്രിതമായ ശ്രമമാണ് കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഈ അറസ്റ്റ്. മാത്രമല്ല, കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഒരാളെ ആ നിയമത്തിന്റെ പരിധിയിൽ ചുമത്തി ശിക്ഷിക്കണമെങ്കിൽ ആ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ആ തീയതി പ്രകാരം ചുരുങ്ങിയത് കഴിഞ്ഞ 7 വർഷങ്ങൾക്കുള്ളിൽ ഒരു തവണയെങ്കിലും ബന്ധപ്പെട്ട കോടതി ശിക്ഷിച്ചിട്ടുള്ള ആളായിരിക്കണം. എന്നാൽ എന്റെ കക്ഷിക്ക് അത്തരം ഒരു ശിക്ഷയും ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ്. തികച്ചും മനുഷ്യത്വരഹിതമായ പോലീസിന്റെ ഈ നടപടി കോടതി തിരിച്ചറിയണമെന്നും എന്റെ കക്ഷിക്ക് ജാമ്യം നൽകണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ബെയിൽ ഗ്രാന്റഡ്. കോർട്ട് അഡ്ജേൺഡ്. വിക്രം, കേസിൽ നിന്ന് ഊരിയല്ല. അല്ല, വക്കീൽ സാർ ഊരി തന്നു പറയേണ്ടത്. സാറിനാണ് നന്ദി പറയേണ്ടതും. വക്കീൽ സാറിന് നമ്മുടെ വേദ ചേച്ചിയോട് അത്രയും അടുപ്പവും സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ? ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേദ. ഒരാവശ്യം വന്നപ്പോൾ തനിക്ക് എന്നെ വിളിക്കാൻ തോന്നിയല്ലോ. തന്നെ സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിക്രം,
വേദയെ പോലെ ഒരു കുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് വിക്രം. ഷീസ് എ ജം. ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കണം, വിട്ടുകളരുത്. എന്തൊക്കെ ന്യായീകരിച്ചാലും നീ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ദർശൻ? പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് എന്റെ കോടതിയിൽ കൊണ്ട് തന്നിട്ടും അവൻ മുന്നിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങിപ്പോയി. എല്ലാത്തിനും കാരണം നീ കയറി വന്നതാണ് ദർശൻ. കാപ്പാ നിയമം ചുമത്തേണ്ട ഒരു തെറ്റും അയാൾ ചെയ്തിട്ടില്ലല്ലോ അങ്ങളെ. നമ്മള് അതും കൂടി നോക്കണ്ടേ? നീതിയും നിയമവും നീ എന്നെ പഠിപ്പിക്കരുത്. എന്റെ മകളുടെ കഴുത്തിൽ അവൻ ബലമായി താലി കെട്ടിയത് നീതി നോക്കിയിട്ടാണ്. മിനിമം 6 മാസത്തേക്കെങ്കിലും അവൻ അകത്ത് കിടന്നേനെ. ആ സമയം കൊണ്ട് നമുക്ക് വേദ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനും കഴിയുമായിരുന്നു. നീ ആയിട്ടാ അതെല്ലാം നശിപ്പിച്ചത്. അവനെ ഇങ്ങനൊരു കേസിൽ പെടുത്തി കിട്ടാൻ ഞങ്ങൾ എത്ര ശ്രമിച്ചെന്ന് നിനക്കറിയോ ദർശൻ? എങ്ങനെയെങ്കിലും വേദയെ അവനിൽ നിന്ന് അകറ്റി നിന്റെ അടുത്ത് എത്തിക്കാനാ ഈ പണിയെല്ലാം എടുത്തത്. എന്നിട്ടിപ്പോ കളഞ്ഞു കുളിച്ചില്ലേ? അമ്മക്കറിയാതെ ഞാൻ വന്നില്ലേ? എടാ, അപ്പൊ കേസൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒരാള് വക്കീലിനെ വെച്ച് വാദിച്ചു. ആരാ വക്കീലിനെ വെച്ച്? വേദ. വിക്രമിനോടൊപ്പമേ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരും. ഉറപ്പ്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി. വീടിനും നാടിനും ഉപകാരമില്ലാത്ത ഇവനെ എന്ത് പുണ്യം കിട്ടാനാ പുറത്തിറക്കാൻ പോയത്? ജയിലിൽ തന്നെ കിടക്കാൻ പടണമായിരുന്നു. കെട്ടുപോയവർക്ക് പറഞ്ഞിട്ടുള്ളത് അതാ. തെറ്റ് ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നേർവഴി പറഞ്ഞുകൊടുത്ത ആൾക്ക് എന്തേ സ്വന്തം മകന് മാത്രം അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ പോയത്? മറ്റെല്ലാ കുട്ടികളെയും നേർവഴിക്ക് നടത്തി പ്രസിഡന്റിന്റെ അവാർഡ് വരെ വാങ്ങിയ മാഷ് സ്വന്തം മകനെ മാത്രം എന്തേ മാറ്റി നിർത്തിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഏതായാലും എന്റെ ഭർത്താവിനെ അങ്ങനെ ഒരു ആപത്തിനും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിനർത്ഥം വിക്രം ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഞാൻ ന്യായീകരിക്കുമെന്നല്ല. ഈ കേസിൽ വിക്രം നിരപരാധിയാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് നാളെ ഒരു തെറ്റ് വിക്രം ചെയ്താൽ ആ തെറ്റിന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ തന്നെ അതും ചെയ്തിരിക്കും. വണ്ടി കയറ്റി കൊല്ലാനാണോ നിന്റെ ഭാവം? അതെ, എന്റെ റൂട്ടിലൂടെ അല്ല നീ വണ്ടി ഓടിക്കുന്നെങ്കിലേ വണ്ടി കയറ്റി കൊല്ലുക തന്നെ ചെയ്യും. നിനക്കെന്താടി ഭ്രാന്താണോ? അതെ, ഭ്രാന്താണ്. വിക്രമേട്ടൻ എന്ന ഭ്രാന്ത് അതിതുവരെ മനസ്സിലായില്ലേ? ചെയ്യരുതെന്നേ എത്ര തവണ പറഞ്ഞിട്ടും അതേ കാര്യം തന്നെ ഒരാൾ ചെയ്യുവാണെങ്കിലേ വിക്രമേട്ടൻ എന്ത് ചെയ്യും? കാരണം അടിച്ച് പുകയ്ക്കും. ആണല്ലോ, അപ്പൊ ഞാനും അടിക്കും. അത് വേണ്ടെങ്കിലേ ആ വേദ എന്ന വേതാളത്തെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്കും. അയ്യോ പാവം, അവളല്ലേ ജയിലിൽ പോവാതെ നോക്കിയത്. എന്ന മാതിരിയുള്ള സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. പോലീസ് വിക്രമേട്ട അറസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ അവളാ. അത് ഓർമ്മയുണ്ടായാൽ മതി. നിനക്കിപ്പോ എന്താ വേണ്ടത്? കിടന്ന് കറങ്ങാതെ കാര്യം പറ. നോക്ക് വിക്രം,
അവള് വല്ല ജഡ്ജിയുടെ മകളല്ലേ? അത് നോക്കാതെ എന്റെ വീട്ടിൽ വന്ന് കിടക്കല്ലേ? എപ്പോഴും എനിക്ക് ചുറ്റും വട്ടം കറങ്ങുമല്ലേ? എന്നാ പിന്നെ അവളുമായിട്ടങ്ങ് സെറ്റ് ആയാലോ എന്നെങ്ങാനും വിചാരിച്ച എന്റെ അച്ഛനാണ് 2 കുപ്പി പെട്രോള് ഞാൻ കൂടുതൽ മേടിക്കും. നിന്നെയും കത്തിക്കും, ഞാനും ചാവും. ആ അല്ലെങ്കിൽ വേണ്ട, കൊല്ലണ്ട. വേറൊരു കാര്യം ചെയ്യാം. പ്രേമം പൊട്ടുമ്പോഴേ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ പെണ്ണുങ്ങൾക്കും പറ്റും. ഓർത്തോ? മുഖത്തിന്റെ ഒരു ഭാഗം പൊള്ളിപ്പോയാലും നിന്നോട് എനിക്കുള്ള സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല. അവസാനം വരെ പൊന്നുപോലെ നോക്കിക്കോളാം. എന്നാലും ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കൂല, അതുറപ്പാ. ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായില്ലേ? അതെന്താടോ അങ്ങനെ പറച്ചില്? അല്ല, പത്രക്കാരുടെ ഓരോ ചോദ്യങ്ങൾക്ക് സാറല്ലേ മറുപടി പറയേണ്ടത്. പത്രക്കാരെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. എനിക്ക് സങ്കടം ഞാൻ അറേഞ്ച് ചെയ്ത വക്കീലിന് നിന്നെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ. അത് സാരമില്ല സർ, ഏതായാലും അവരുടെ പ്ലാൻ നടന്നില്ലല്ലോ. ഇനി ഒരു പ്രശ്നം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അവളെ എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ പുറത്താക്കിക്കോളാം. ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കൊരു തെറ്റ് പറ്റിയാല് അതെങ്ങനെ ഗുണകരമാകും വിധത്തിൽ ശരിയാക്കി എടുക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. നിനക്ക് പറ്റിയ തെറ്റ് ഞാൻ ശരിയാക്കി എടുത്തു. നീ അവളെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണെന്ന് ഞാൻ പത്രക്കാരോട് പറഞ്ഞു. സർ, അത് ആ സമയത്ത് അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത്. അവളുടെ വീട്ടുകാരെതിർത്തപ്പോ നീ അമ്പലത്തിൽ വെച്ച് അവരുടെ വീട്ടുകാരെ തന്നെ സാക്ഷിയാക്കി അവളെ താലി കെട്ടി. ശരിക്കും ഹീറോ ആയി. പുതിയ കഥയില് അവളുടെ അച്ഛനാണ് വില്ലൻ. അയാളുടെ പ്രതികാരമാണ് നിനക്കെതിരായിട്ടുള്ള കേസ്. അതിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് വേദ വീണ്ടും അവളുടെ ട്രൂ ലവ് വീട്ടുകാരെ മുന്നിൽ തെളിയിച്ചു. എന്താ പോരെ? നീ പാർട്ടിയുടെ വെറും അനുഭാവി മാത്രമല്ലെന്നും എൻ്റെ വലങ്കയാണെന്നും പലർക്കും അറിയാം. നീ ഒരു തെറ്റ് ചെയ്താൽ അതിന് എൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമെന്നും ആളുകൾ പറയും. ആ നിലയ്ക്ക് നീ ചെയ്ത് തെറ്റല്ല എന്ന് സ്ഥാപിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലടോ. മീഡിയയിൽ നിന്ന് അവളുടെ അച്ഛൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ഉറപ്പായും അയാളുടെ ഈഗോ ഹർട്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും പകരം ചെയ്യാൻ അയാൾ ശ്രമിക്കും. നീ സൂക്ഷിക്കണം. എനിക്ക് കുറച്ച് വെള്ളം എടുത്തേ. അല്ല, വേദനോടൊപ്പം ഇനി മുതലേ ഇതല്ലത്രേ അവളുടെ സ്ഥാനം. അപ്പൊ അത് മനസ്സിലാക്കി സ്വയം പോയോ? അങ്ങനെ പോണമെങ്കിലേ അവള് വേദാളോ അല്ലാതാവണം. പിന്നെ ഇവിടുന്ന് അവള് മുറിയിലോട്ട് മാറിയെന്ന്. എന്താടാ അത് കേട്ടപ്പോ നിനക്ക് ഷോക്ക് അടിച്ചു പോയോ? എടാ വിക്രം, ഈ അമ്മയുടെ ഒരു കാര്യം, അവക്ക് സ്വന്തമായിട്ട് റൂം അലോട്ട് ചെയ്ത് കൊടുത്തു. ഓ പിന്നെ എല്ലാവർക്കും കൂടി റൂം അലോട്ട് ചെയ്യാൻ ഇത് 5 സ്റ്റാർ ഹോട്ടൽ അല്ലേ, വേറെ മുറിയിലോട്ടല്ല. ഇനി മുതൽ നിങ്ങൾ 2 പേർക്കും കൂടി ഒരു മുറിയും ഒരു കട്ടിലും മതി എന്ന് പറഞ്ഞ് നിന്റെ മുറിയിലേക്ക് പോയത്. എന്റെ മുറിയിലോട്ടോ? വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ എന്തെങ്കിലുമൊക്കെ നടക്കും. അവളുടെ കാരണം പുകയുന്നതൊന്നും എനിക്ക് നേരിൽ കാണണം. നീ എന്തിനാ എന്റെ മുറിയിലേക്ക് കയറി വന്നത്? ഞാൻ വെറുതെ ഇറങ്ങി പോവാൻ. എന്തൊക്കെയാ വിക്രം ഇത്? ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇതുപോലെ ഒരുപാട് മെഡലുകൾ വാങ്ങിക്കൂട്ടിയിട്ടും എന്തിനാ ഒരു റൗഡി എന്ന പേര് വാങ്ങി ഇങ്ങനെ നടക്കുന്നത്? It's none of your business. പോ. പോവാൻ. സോറി. ഇറങ്ങി പോ. ഹായ് വേദ, സുഖാണോ മോളെ? സുഖാണ് മുത്തശ്ശി. മുത്തശ്ശി സുഖമായിട്ടിരിക്കുന്നോ? മുത്തശ്ശി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മോളെ. എല്ലാം പെട്ടെന്ന് ശരിയാവും. എന്റെ കുട്ടി രാജകുമാരിയെ പോലെ ജീവിക്കും. ഈശ്വരൻ അതിനുള്ള വഴി വേഗം കാണിച്ചു തരും. എനിക്ക് സന്തോഷം തന്നെയാ മുത്തശ്ശി. അമ്മ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എന്റെ അടുത്ത് തന്നെ ഉണ്ട്.
നിങ്ങൾ മുത്തശ്ശിയും പേരക്കുട്ടിയും സംസാരിക്കുന്നിടത്തേക്ക് എന്നെന്തിനാ വലിച്ചഴിക്കുന്നേ? എന്റെ വാക്ക് കേൾക്കാത്തവളോട് ഞാനെന്തിനു മിണ്ടണം? അമ്മ, അതെന്റെ മുഖത്തേക്ക് നോക്കിയെന്ന് പറഞ്ഞു. അവള് സ്നേഹത്തോടെ അമ്മയോട് സംസാരിക്കണമെന്ന് പറയുമ്പോ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അവളോട് ദേഷ്യമല്ലമ്മേ, അവളുടെ അവസ്ഥ കണ്ടോണ്ടുള്ള എന്റെ സങ്കടമാ. അവൾക്ക് അതാണ് സന്തോഷമെങ്കിൽ പിന്നെ നീ എന്തിനാ പത്മം സങ്കടപ്പെടുന്നേ? എന്റെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ലമ്മേ. എനിക്കിവിടെ സന്തോഷം തന്നെയാ. നീ വല്ലതും കഴിച്ചോ മോളെ? വിശന്ന ദേഷ്യം സഹിക്കാൻ പറ്റാത്തവളാ നീ. എങ്ങനെ അവിടെ നീ കഴിയുന്നു? നേരാ നേരത്തിന് ആരാ നിനക്ക് ഭക്ഷണം തരുന്നേ? അമ്മേ, ഞാൻ വന്നിരിക്കുന്നത് ഒരു വീട്ടിലാ. ഇവിടെ അച്ഛനും അമ്മയും ചേട്ടത്തിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട്. അമ്മ വെറുതെ ഓരോന്ന് ഇമാജിൻ ചെയ്ത് വിഷമിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിലും നിനക്കും നിന്റെ അച്ഛനും എന്തിനും മറുപടി ഉണ്ടല്ലോ. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ? അമ്മ വീണ്ടും തുടങ്ങി. ഇങ്ങനെ സംസാരിക്കാനാണെങ്കിൽ ഞാൻ ഇനി ഫോൺ എടുക്കില്ല മുത്തശ്ശി. പത്മ, നീ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് എന്റെ മോൾക്ക് വിഷമം. ആ മോളെ, വിക്രം എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ആ മോളെ വേദ, മുത്തശ്ശി പിന്നെ വിളിക്കാട്ടോ. ശരി. ഓ അത് ശരി, മുത്തശ്ശി പേരക്കുട്ടിയുടെ സുഖവിവരം അന്വേഷിക്കുകയാണല്ലേ? എന്റെ പേരക്കുട്ടിയുടെ സുഖവിവരം ഞാനല്ലാതെ വേറെ ആരാ അന്വേഷിക്കാൻ? അവള് കാരണം ജീവിതം തകർന്നു പോയ ഒരാൾ എന്റെ വീട്ടിലുണ്ട്. അത് ഓർമ്മ വേണം രണ്ടാൾക്കും. അല്പമെങ്കിലും മനസാക്ഷി വേണം മുത്തശ്ശി. ദർശന അന്യനല്ല, ആന്റിയുടെ സഹോദരന്റെ മകനാണെന്ന് ഓർക്കണം. കഴിക്കുന്നതിലുള്ള ശ്രദ്ധയും വാശിയും നീ ജോലി അന്വേഷിക്കുന്ന കാര്യത്തിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ എന്റെ ഭാരം അല്പം കുറഞ്ഞേനെ വിശ്വം. അവനത്തിരി വെള്ളം കൊടുക്ക് ശ്രീജ. കഴിക്കുന്ന സമയത്ത് എന്തിനാ മാഷെ വെറുതെ ഇങ്ങനെ? കഴിക്കുന്ന സമയത്താണ് പറയേണ്ടത് കമല. എന്നാലേ അതിനുള്ള വക കണ്ടെത്താൻ എത്ര പാടുപെടണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ. ഇന്നലെ കൂടി ഒരു സ്ഥലത്ത് ജോലിക്ക് പറഞ്ഞു വെച്ചതേ ഉള്ളൂ, അല്ലേ ശ്രീജെ? അതെ അച്ഛാ, ഒരാള് ബയോഡേറ്റ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കേണ്ട താമസേ ഉള്ളൂ. വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ കാലങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത് വായിച്ച ഉടനെ ഓഫർ ലെറ്റർ കിട്ടിക്കോളും. നിന്റെ ബ്രോക്കർ പണിയൊന്നും നടക്കുന്നില്ലേ വിനായക? അച്ഛൻ, ഞാൻ ബ്രോക്കറല്ല, റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. ഓ, പേരിലെ വലിപ്പം നീ അമ്മയെ ഏൽപ്പിക്കുന്ന തോയ്ക്കില്ലെന്ന് മാത്രം. ഇപ്പൊ അതൊന്നും പറയാൻ നിൽക്കണ്ട. മാഷ് ഭക്ഷണം കഴിക്ക്. അച്ഛന്റെ പുതിയ മരുമോളുണ്ടാക്കിയതാ. എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇല്ല മാഷെ, ഒന്നുണ്ടാക്കി നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോ രണ്ടെണ്ണം ചുട്ടുപൊഴിയൊക്കെ നിർത്തി. മാഷെ, മാഷെ, നനച്ച കൈ എച്ചിലാക്കാതെ പോവല്ലേ മാഷെ? നമ്മുടെ മോൻ പിഴച്ചു പോയെന്ന് കരുതി ആ കുട്ടിയോട് എന്തിനാ നമ്മൾ ദേഷ്യം കാണിക്കുന്നേ മാഷെ? അവളിതൊക്കെ ചെയ്യുന്നത് എന്നോടുള്ള വെല്ലുവിളി കൂടിയാണ് കമല. അതിനാണ് നിങ്ങളൊക്കെ ചേർന്ന് വളം വെച്ച് കൊടുക്കുന്നത്. അവനെയും കൊണ്ട് കോടതിയിൽ നിന്ന് വന്നപ്പോ അവൾ എന്നോട് ചോദിച്ച ഓർമ്മയില്ലേ, അവനെ മാത്രം ഞാൻ നേർവഴിക്ക് നടത്താത്ത എന്തേന്ന്? അവനെ നല്ലവനായി മാറ്റേണ്ടത് അവളുടെ ഉത്തരവാദിത്വമാണെന്ന്. മക്കളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പിതാവായിരുന്നോ കമലെ ഞാൻ? മൂന്ന് തരത്തിൽ പാഴായി പോയത്
എന്റെ കഴിവേട് കൊണ്ടായിരുന്നോ? അങ്ങനെയൊന്നും പറയല്ലേ മാഷെ. ഞാനായിട്ട് ആ കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുത്തൊന്നുമല്ല. ആരെങ്കിലും വന്ന് ചോദിച്ചപ്പോ വേണ്ടെന്ന് പറയാൻ പറ്റിയില്ല എനിക്ക്. ഞാനൊരു അമ്മയല്ലേ മാഷെ. മാഷെന്നോട് പൊറുക്ക്. വിശന്ന വയറുമായിരിക്കാതെ വന്നെന്തെങ്കിലും കഴിക്കും മാഷെ. എനിക്ക് വേണ്ട. അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ വാശി കൊണ്ടോ അല്ല. ഇപ്പൊ ഞാനത് ചെയ്ത അവള് കരുതും ഇപ്പൊ ഞാൻ അവളുടെ മുന്നിൽ തോറ്റുപോയെന്ന്. ആ കുട്ടിയുടെ മുന്നിൽ തോൽക്കൊന്നുകൊണ്ടല്ല, നാണക്കേട് കൊണ്ടല്ല. പക്ഷേ അതിനു മുമ്പ് ഒരു ദിവസമെങ്കിലും അവനെ എന്റെ മുമ്പിൽ അവൾ വിജയിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. ജനിപ്പിച്ച മകനോടുള്ള വെല്ലുവിളിയൊന്നുമല്ല. ഒരച്ഛനെന്ന നിലയിൽ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു മോഹമാണ് കമല.